11 ദിവസം നീണ്ടു നിൽക്കുന്ന നവീകരണ കലശത്തിനും പുനഃപ്രതിഷ്ഠയ്ക്കും ഒരുങ്ങുകയാണ് കല്ലൂർമ ശ്രീ മുണ്ടൻ തൃക്കോവിൽ മഹാദേവ ക്ഷേത്രം. നമസ്കാരം. ഞാൻ ശങ്കരനാരായണൻ നമ്പൂതിരി, കല്ലൂർമ മുണ്ടൻ തൃക്കോവിൽ മഹാദേവ ക്ഷേത്രം. ഇവിടെ ഇപ്പോൾ ഒരു നവീകരണ കലശവും പുനഃപ്രതിഷ്ഠയും ആരംഭിക്കുകയാണ്. അതായത് 1201 മേടമാസം 11 മുതൽ 21 വരെയുള്ള 11 ദിവസങ്ങളിലായിട്ടാണ് ഈ നവീകരണ കലശവും പുനഃപ്രതിഷ്ഠയും ഇവിടെ നടക്കുന്നത്. വളരെ വിശേഷമായിട്ടുള്ളൊരു യജ്ഞമാണ് ഈ 11 ദിവസങ്ങളിലായിട്ട് ഇവിടെ നടക്കുന്നത്. ഏകദേശം ഒരു 250 വർഷങ്ങൾക്ക് ഇപ്പുറം നടക്കുന്ന വളരെ വിശിഷ്ടമായിട്ടുള്ളൊരു യജ്ഞം. അതിൽ ആ കർമ്മങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് കാർമ്മികത്വം വഹിക്കുന്നത് പെരണ്ടിരി ചേനാസ് ശങ്കരനാരായണൻ നമ്പൂതിരിപ്പാടാണ്. ആ ചടങ്ങുകൾ ആരംഭിക്കണത് ഇപ്പോൾ 2024 തീയതി, അതായത് വൈകുന്നേരം ആചാര്യവരണം എന്നുള്ള ചടങ്ങോട് കൂടിയിട്ടാണ്. അതിനുശേഷം തുടർച്ചയായിട്ട് 6 ദിവസങ്ങളിലായിട്ട് ഈ ക്ഷേത്രത്തിൽ കാലാന്തരത്തിൽ സംഭവിച്ചിട്ടുള്ള ദോഷങ്ങൾക്കുള്ള പരിഹാര കർമ്മങ്ങളാണ് നടക്കുക. 7-8 ദിവസങ്ങളിലായിട്ട് ഭഗവാന്റെ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കും. അതിനുശേഷം 3 ദിവസം നമ്മൾ പ്രതിഷ്ഠ കഴിഞ്ഞിട്ടുള്ള ഭഗവാനെ ദേവന്മാർ പൂജിക്കുന്നു എന്നുള്ള സങ്കല്പത്തിൽ ഭഗവാന്റെ തിരുനടയടച്ചുകൊണ്ട് ആ സോപാനത്തിൽ പൂജകൾ നടക്കും. ഏറ്റവും ഒടുക്കത്തെ ദിവസം, അതായത് മെയ് 4 തീയതി അതിരാവിലെ 5 മണിക്ക് നട തുറന്ന് ഭഗവാനെ കണി കാണിച്ചു കഴിഞ്ഞിട്ട് കലശാഭിഷേകത്തോട് കൂടിയിട്ടാണ് ഈ നവീകരണ കലശം എന്നുള്ള വലിയൊരു യജ്ഞം പൂർത്തിയാകുന്നത്. പക്ഷേ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഒരുപാട് തലമുറകളുടെയൊക്കെ ആഗ്രഹങ്ങൾ അനുസരിച്ചാണ് ഈശ്വരനിഷ്ഠയായിട്ടുള്ള ഈ ചടങ്ങ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വലിയ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് ഈ ക്ഷേത്ര ദർശനത്തിനെത്തുന്ന എല്ലാവർക്കും 3 നേരങ്ങളിലും ഭക്ഷണം നൽകാം. പ്രഭാത ഭക്ഷണം, പ്രസാദൂട്ട്, അത്താഴ ലഘുഭക്ഷണം, ഇങ്ങനെ 3 നേരവും ക്ഷേത്ര ദർശനത്തിന് എത്തുന്ന എല്ലാവർക്കും ഭക്ഷണം. അതുപോലെ തന്നെ ക്ഷേത്രബന്ധികളായിട്ടുള്ള എല്ലാ ഭക്തജനങ്ങളുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ട് ഈ പ്രദേശത്തെ എല്ലാ കലാകാരന്മാരുടെയും കലാകാരികളുടെയും ഒരു കലാസമർപ്പണം കൂടി, അതും കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെയാണ് ഇത്തരം യജ്ഞങ്ങൾ നടക്കുന്നതിൻ്റെ ഇടയിൽ വിശേഷമായിട്ടുള്ള അറിവുകൾ പകർന്നു നൽകാനായിട്ട് വിശിഷ്ടരായിട്ടുള്ള ശ്രീ എൽ ഗിരീഷ് കുമാർ, അതുപോലെ തന്നെ ബാബു ചന്ദ്രശേഖരൻ നമ്പൂതിരി, ഇങ്ങനെ വിശിഷ്ടരായിട്ടുള്ള അനവധി ആചാര്യന്മാർ വിജ്ഞാന സദസ്സ് എന്ന പേരിൽ പ്രഭാഷണ പരമ്പരയായിട്ട് ഭക്തജനങ്ങൾക്കൊക്കെ അറിവ് നൽകാനായിട്ട് അതിനും എത്തുന്നുണ്ട്. ഈ നവീകരണ കലശത്തിൻ്റെ ആരംഭം കുറിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് 23 തീയതി കരിയത്ത് പുല്ലൂരി ക്ഷേത്രത്തിൽ നിന്ന് ഒരു വിളംബര ഘോഷയാത്ര ആരംഭിക്കുന്നുണ്ട് വൈകുന്നേരം. ഇങ്ങനെ വളരെ വലിയൊരു രീതിയിലാണ് ഈ യജ്ഞം ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഈ യജ്ഞത്തിന് എല്ലാവരും ഇവിടെ എത്തിച്ചേരുക, പങ്കെടുക്കുക, മഹാദേവനെ തൊഴുത് പ്രാർത്ഥിക്കുക, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവാനായിട്ട് എല്ലാവരെയും ഈ ക്ഷേത്രത്തിൻ്റെ മണ്ണിലേക്ക് ഭക്തി ആദരപൂർവ്വം തന്നെ സ്വാഗതം ചെയ്യാം.